ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു പെൻ ഹോൾഡറിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു സംഭവം. അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ കണ്ട നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അതൊന്ന് മേക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അക്രിലിക് ഷീറ്റ്, അതായത് നമ്മുടെ OHP ഷീറ്റൊക്കെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കവായി തീമിലുള്ളൊരു ഔട്ട്ലൈന് ഞാൻ എൻ്റെ ഒരു നോട്ട്ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത് എടുത്ത് നോക്കിയപ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ ആകെ ഷോക്കായിപ്പോയി. എന്തായാലും ഷോക്കായിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളേതോ ഒരു ഫിലിമിലൊക്കെ കേട്ട പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. നമുക്കത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പെൻസിലോണ്ട് ഔട്ട്ലൈൻ വരച്ചെടുത്ത് ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണാം. അങ്ങനെ ഇതേ ഞാൻ അതിൻ്റെ മേലെ ഒരു OHP ഷീറ്റ് വെച്ചിട്ട് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് ലുലു മോളിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ അക്രിലിക് പെയിൻറ്റിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റിൽ കളറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു പിങ്കിൻ്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട് അതിൽ. അതിലൊന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പേസ്റ്റൽ കളർ ഉണ്ടാക്കാൻ ഈ സെറ്റ് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് കളറിൻ്റെ പേസ്റ്റൽ ഷെയ്ഡാണോ വേണ്ടത് ആ ഒരു കളർ എടുക്കുക. അതിലേക്ക് കുറച്ചധികം വൈറ്റ് കളറ് അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ഞാനൊരു പിൻട്രസ്റ്റിൽ നിന്നൊരു കവായി തീമിലുള്ള ഒരു ഇമേജ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ ഇത് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചറിലുണ്ടായിരുന്ന ഏകദേശം ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളതും. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതെന്താണ്, ടെഡി ബെയറാണോ ക്യാറ്റാണോ എനിക്ക് എന്താ സംഭവം അറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു ക്യാരക്ടർ ഒരു കുഞ്ഞ് സ്ട്രോബെറി ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആ ഒരു സ്ട്രോബെറീൻ്റെ ആ ഒരു എക്സാക്ട് ഷെയ്ഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു ക്രിംസൺ റെഡിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീന്, പിന്നെ ആ ഒരു സ്ട്രോബെറീൻ്റെ സെയിം ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബാഗിൻ്റെ സ്ട്രിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബാഗിൻ്റെ സ്ട്രിപ്പ് എന്നാണെന്ന് വിചാരിക്കുന്നു. ഒരു ക്രോസ് ആയിട്ടൊരു ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു റെഫറൻസ് ഇമേജിൽ. അപ്പോൾ അത് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്, നോസ് എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു ബ്ലാക്ക് വെച്ചിട്ട്. പിന്നെ നമ്മളെ ക്യൂട്ട്നെസ് ഒന്നുകൂടി ഓവർലോഡഡ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു ബ്ലഷ്, നല്ല ബേബി പിങ്ക് അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ ബ്ലഷും വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ അടിപൊളിയായിട്ട് അതിന് കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി അതുപോലെ ചെയ്തെടുത്തു. കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു ബാക്കിലും ഫ്രണ്ടിലും സെയിം ഒരു ഇമേജ് വരുന്ന ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം ആയിട്ട് 2 എണ്ണം ചെയ്തെടുത്തു. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുന്ന സമയം കൊണ്ട് ഒരു മെറിൻഡൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെറിൻഡൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ 10 രൂപയുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലായാലും മതി. അതായിരിക്കും ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഈവൻ ആയിട്ടുള്ള ഷേപ്പ് വരിക. ഇത് മെറിൻഡൻ്റെ ബോട്ടിലാകുമ്പോൾ മേൽഭാഗം കുറച്ച് റൗണ്ട് കുറവും അടിയിലേക്ക് കുറച്ച് തിക്കായിട്ടൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ആ ഒരു നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഇമേജ് ആ ഒരു ഷേപ്പിൽ കുറച്ചൊന്ന് ആ ഒരു ബോർഡറിന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഞാൻ തൽക്കാലം വീഡിയോയിൽ പെട്ടെന്ന് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കാണിക്കേണ്ടതുകൊണ്ട് നമ്മുടെ ഗ്ലൂ ടേപ്പ് വെച്ചിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്ലൂ ടേപ്പ് വെച്ചാൽ എന്തായാലും അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് അടർന്ന് വീണിട്ടുണ്ട്. നമുക്ക് അത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പും എനിക്ക് തോന്നുന്നു അതൊരു എത്ര കാലം നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ച് ടൈം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അതങ്ങനെ ഡ്രൈ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയി പോയിക്കോളും. അതായിരിക്കും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഞാനത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.